ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം വരാത്ത രീതിയിൽ നോക്കണം. നിന്റെ വാഗൊണ്ട് ഇങ്ങനെ അവരെ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിക്കുമ്പോ ഈ വിളി എന്ന് ശാശ്വതമാകണേന്ന് തോന്നുന്നു. ശരിക്കും അവരാ സ്ഥാനത്തുള്ളവരായതുകൊണ്ട് ഉറപ്പായിട്ടും ഇതെന്നും നിലനിൽക്കും ചേച്ചി. വരൂ. സുജാതേച്ചി, സുജാത ഇപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞ നമ്മളെ കുറിച്ച് ആവണിയോട് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തു ഏട്ടാ. ഇനി നീ എന്നോടൊന്നും പറയണ്ട. ആവണിയോട് അവൾ അങ്ങനെ ദേഷ്യപ്പെടുന്ന എന്താകും പ്രശ്നം? നിന്റെ മുരളിച്ചേട്ടൻ നിന്നെ ആ വേദവതിയുടെ വീട്ടിൽ നിന്നും അവര് പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഒരു 4 ദിവസത്തേക്കല്ലേ, ആയിക്കോട്ടെ എന്ന് കരുതി. നീയാണെങ്കിൽ പുറത്തേക്ക് പോകാതെ അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിയോ? എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നീ ഓർത്തോ? അതല്ല ചേച്ചി, നീ ഒന്ന് നിർത്താമോ? ഞാൻ ഒരുപാട് ഉള്ള കുടുംബത്തിൽ നിന്നല്ല, കഷ്ടപ്പെട്ടാ ജീവിക്കുന്നെ. ഒരു പരിചയത്തിന്റെ പുറത്താ ചെറിയൊരു സഹായം ചെയ്തത്. ഇനി എന്നെ വിട്ടേക്ക് മോളെ. ഞാൻ ഒറ്റയ്ക്കാണ്, പുറത്ത് ഞാൻ എവിടെ നിൽക്കാന്ന് പറ ചേച്ചി. ഏതേലും ഹോസ്റ്റലിൽ പോയി നിൽക്ക്. എന്റെ ചേട്ടന് തെരഞ്ഞ ഒരുപാട് വിഷമാവും സുജാതേച്ചി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? കുറച്ചു ദിവസം കൂടി എനിക്ക് ഒരാശ്രയം തരണം. എന്നും നന്ദി ഉണ്ടായിരിക്കും. കല്യാണപ്രായം എത്തിയ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയത് അത്ര നല്ല കാര്യമല്ലെന്ന് ഇപ്പോഴേ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി. ചേച്ചി, അവരുടെ ജീവിതമൊക്കെ നല്ലതുപോലെ പോകുന്നതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാലോ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ബുദ്ധിമുട്ട് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നോട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ദാ ഇപ്പൊ നിന്നോട് അപേക്ഷിക്കുക, എന്നെ ഒന്ന് വിട്ടേക്ക്. അല്ല, ഞാനൊരു കാര്യം മനസ്സിലാവാഞ്ഞിട്ടാ ചോദിക്കുന്നെ. ആ വേദവതിയുടെ കുടുംബത്തിന് വേണ്ടി നീ നിന്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ ആ വീട്ടിലൊന്ന് നിർത്താൻ പോലും അവർ തയ്യാറല്ലേ? എന്ത് സ്വാർത്ഥതയാ സ്ത്രീക്കെന്ന് നോക്ക്. ദയവ് ചെയ്ത് അമ്മയെ കുറിച്ച് മോശമായിട്ടൊന്ന് സംസാരിക്കരുത് സുജാതേച്ചി. അവരെ പറയുമ്പോ നിനക്ക് ദേഷ്യം ഇരച്ചു കയറുന്നോ? നല്ലവരെ കുറിച്ചൊക്കെ മോശം പറഞ്ഞു കഴിഞ്ഞാ ദേഷ്യം വരില്ലേ? സങ്കടം വരില്ലേ? എന്തോ നിങ്ങളുടെ വീട്ടില് എനിക്ക് 4 ദിവസം ആശ്രയം തന്നു എന്ന് കരുതി നിങ്ങൾക്ക് തോന്നിയതൊക്കെ പറയരുത്. ഞാൻ തന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് പുറത്തു വന്നതല്ലാതെ അവരെന്നെ പുറത്താക്കിയതല്ല. അവരത്രയ്ക്ക് നല്ലവരാണെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് നിനക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള പെർമിഷൻ ചോദിച്ചൂടെ? ഞാനൊന്ന് ഫോൺ ചെയ്ത് എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേണ്ടെന്ന് വെക്കില്ല. എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയില്ല. എന്നാ നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്ക്. അവരെ ശരിക്കും അറിയാത്തതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നേ. മനുഷ്യരെല്ലാരും ഒരുപോലെ, മനസ്സിൽ നിറയെ സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. സുജാതേജി, ഇനിയും എനിക്കിത് കേട്ടു നിൽക്കാൻ കഴിയില്ല. ഒരൊറ്റ തവണ കൂടി എന്നെ സഹായിക്കണം. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. അവനി, കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല മോളെ. ഓഹോ, വേദവതി എന്ന് പറഞ്ഞത് ഇവരെ തന്നെയാണല്ലേ? അവനി നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എല്ലാം കേട്ടു. അവനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ നീ? നീ ഭക്ഷണം കൊടുത്തില്ലെങ്കിലോ അവൾക്ക് അഭയം കൊടുത്തില്ലെങ്കിലോ അവള് ജീവിക്കില്ലെന്ന് കരുതിയോ? അവനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാന്ന് പറഞ്ഞാ പോരാ. എന്നാൽ അവനോട് ന്യായം കാണിക്ക്. കുറച്ചു ദിവസം കൂടെ അവനെ വീട്ടിൽ നിർത്ത്. ഞങ്ങള് നിർത്തിക്കോളാം. എനിക്ക് ഒരു എതിർപ്പുമില്ല. വെറുതെ ഒരു വാശിക്കങ്ങ് പറഞ്ഞാ മാത്രം മതിയോ? വാശി കൊണ്ടെടുക്കുന്ന തീരുമാനമല്ല ഇത്. ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത തീരുമാനം. ഞാൻ വന്ന വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അമ്മേ? നേരത്തെ ആയിരുന്നെങ്കിൽ ശ്രീകരന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നില്ല.
ഇപ്പൊ ശ്രീകരന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അവന്റെ കല്യാണം കഴിയും വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിനക്കവിടെ നിൽക്കാം. സത്യമാണീ പറയുന്നത്? ഭഗവാനാണേ സത്യം. താങ്ക് യു സോ മച്ച് അമ്മേ. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ വന്ന് എന്റെ കാര്യത്തിൽ സഹായിച്ചു. ചിലര് വാക്ക് തന്ന് പറ്റിച്ചു കളയും. ഒന്ന് ശ്രദ്ധിക്കണേ അവനി. അങ്ങനെയുള്ളവരാണെന്ന് ചിലര് തെറ്റിദ്ധരിച്ചു വച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മോളെ അവനി, ഇനി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഈ സുജാതയുടെ വീട്ടിൽ നിന്ന് നിന്റെ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ മോളെ. കേട്ടല്ലോ? താങ്ക് യു സോ മച്ച് അമ്മേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അമ്മേ. വരൂ ഏട്ടാ. സക്സസ് ആയി. അതെ. ദൈവമേ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴല്ലേ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വിളിക്കാറുള്ളൂ. കാര്യം എന്തെന്ന് പറയാമേ? ആവനി കുറച്ചു ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൾ എന്തിനാ വീണ്ടും വരുന്നത്? വേണ്ടെന്ന് പറഞ്ഞയച്ചതല്ലേ? അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവളോട് വരാൻ പറയാൻ തോന്നി. അവളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മളായിട്ട് പോയി ഓരോ പ്രശ്നങ്ങളിൽ ചാടണോ? ശ്രീകരേട്ടന്റെ കല്യാണം ഇത്രയും വൈകാനുള്ള കാരണം ആ ആവനയല്ലേ? വീണ്ടും ആശ്രയം കൊടുക്കാന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കാമേ. ഞാൻ എടുത്ത തീരുമാനം നിങ്ങളോടെല്ലാം പറയാനാ വിളിച്ചത്, അല്ലാതെ നിങ്ങളുടെ ഉപദേശങ്ങൾക്കല്ല. മീനെ പിടിച്ച് ചൂണ്ടലിടുന്ന പോലെ ഞങ്ങളെ വിഷമിപ്പിച്ച് അവളെ സന്തോഷിപ്പിക്കുന്ന എന്തിനാമേ? എന്റെ ഭർത്താവിന് തല്ല് വാങ്ങി കൊടുത്തവളാ. അങ്ങനെയുള്ളവൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ അർഹതയില്ല. വന്നു കഴിഞ്ഞാ നിങ്ങൾക്കാ കൂടുതൽ നഷ്ടം ഉണ്ടാവുന്നേ. ശ്രീകരന്റെ കല്യാണം അവള് മുടക്കും. അതെന്തായാലും ഉറപ്പായി സംഭവിക്കും, അതിലൊരു സംശയവും ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാം മനസ്സിലാക്കിയാൽ മതി. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ള അവസ്ഥ, മനസ്സിലായോ? അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ കൂട്ടുകറി പോലെ എല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കളയും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു മരുമകൻ എന്ന രീതിയിൽ എനിക്കിതേ പറയാനുള്ളൂ. ഒരാളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. ആവണി നാളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, വന്നിരിക്കും. സമ്മതിക്കില്ല. അത് സമ്മതിച്ചേ മതിയാവൂ. ഇങ്ങനെ ആജ്ഞകൾ അടിച്ചേൽപ്പിക്കരുത് അമ്മമ്മേ. അവള് കാരണം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിക്ക്. ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്ക് നിങ്ങൾ തിരിച്ചെടുത്തോ അമ്മേ? അത് പറ്റില്ല. പറ്റണം. എന്താടാ, എന്താ അമ്മയോട് മറുത്ത് സംസാരിക്കുന്നോ? കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോ അമ്മമാര് ശിക്ഷിക്കും. അപ്പൊ അമ്മ തെറ്റ് ചെയ്യുമ്പോ മക്കള് തിരുത്താൻ പാടില്ലാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അച്ഛാ? ആ സൂപ്പർ 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 അളിയാ. എന്തു പറ്റി? എന്തു പറ്റി അമ്മേ? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? കുറച്ചു മുമ്പ് ആവണി എന്നൊരു കുട്ടി ഞങ്ങൾക്കറിയുന്നൊരു പയ്യന്റെ അനിയത്തിയാ. ഈ വീട്ടിൽ അവള് കുറച്ചു നാൾ നിന്നിരുന്നു. ചില പ്രശ്നങ്ങൾ കാരണം ഇവിടുന്ന് പോവേണ്ടി വന്നു. ഒരിക്കൽ അവള് കാരണം ഈ വീടിന് ഒരുപാട് ഗുണങ്ങളുണ്ടായതാ. അവൾ ഇപ്പൊ ഒരു ആപത്തിലാണെന്ന് കേട്ടപ്പോ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എല്ലാവരും അതിന് അനിഷ്ടം കാണിക്കാം. വരാൻ പറയാ. നിങ്ങൾക്ക് അതിലെന്താ പ്രോബ്ലം? അവള് തന്നെയാ പ്രോബ്ലം. നിനക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ കുടുംബത്തിന് നന്മ ചെയ്തവളാണെന്ന് അമ്മ ഇവിടെ പറയുന്നു. അപ്പോ എതിര് പറയുന്നത് കറക്റ്റ് അല്ല. ആവനി വന്നു കഴിഞ്ഞാ വീട്ടിലെ അവസ്ഥയൊക്കെ താറുമാറായി പോവും. ഇത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ. നീ ഇന്റർഫിയർ ചെയ്യണ്ട. ഞാൻ നിങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെയല്ലേ. ഇൻവോൾവ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഒരു നല്ല മനുഷ്യനെ സഹായിക്കുന്നതില് ഒരു തെറ്റുമില്ല.
വീട്ടിലെ മാർഗദീപമായ അമ്മ പറയുമ്പോ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? വീട്ടിലുള്ളവര് തന്നെ അമ്മയ്ക്കും അച്ഛനും ബഹുമാനം കൊടുക്കാത്തപ്പോ പുറത്തുള്ളവരുടെ മുമ്പില് നമ്മുടെ അമ്മ ചെറുതായി പോയില്ലേ? കൂടാതെ കൊടുത്ത വാക്ക് പിൻവലിച്ചു കഴിഞ്ഞാ അമ്മയ്ക്ക് വലിയ ചീത്തപ്പേരുണ്ടാവും. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആവനിയെ വരാൻ സമ്മതിക്കണം. അമ്മ കൊണ്ടുവന്നോളൂ. കല്യാണത്തിന് മുന്നേ അധികാരം നന്നായി എടുക്കുന്നുണ്ടല്ലോ. ഈ വേദവതിയുടെ വാക്കിനെ വേദമായിട്ട് കണക്കാക്കുന്നത് മോള് മാത്രം. നമ്മുടെ ഈ വീട്ടിലെ യഥാർത്ഥ മരുമകള്. എന്റെ മരുമകള് പോലും ഒരു എതിർപ്പും പ്രകടിപ്പിക്കാത്ത പക്ഷം ഇനി ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്കിനി ആരുടെ ഉപദേശവും കേൾക്കണ്ട. ആവനി നമ്മുടെ വീട്ടിലേക്ക് വരും, വന്നിരിക്കും. ഈ താലിയില് നിന്റെ ഭർത്താവിന്റെ ആയുസ്സുണ്ട്. ഓരോ കെട്ടിലും അവന്റെ ശ്വാസം അടക്കിയിട്ടുണ്ട്. നീ ഇതഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മരണം അവനെ വേട്ടയാടി തുടങ്ങും. പവിത്രമായ ഈ താലിയെ കയറിന്റെ കെട്ടഴിക്കുന്ന ലാഘവത്തോടെ അഴിക്കുവാൻ പാടില്ല. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണോ, എന്റെ താലിയുടെ സംരക്ഷണവും അത്ര പ്രധാനപ്പെട്ടതാ. എന്റെ ദാമ്പത്യവും എന്റെ കുടുംബവും രണ്ടിനെയും ഞാൻ സംരക്ഷിക്കും. മരണത്തിന് മാത്രമേ നമ്മളെ വേർപെടുത്താൻ പറ്റൂ. മറ്റൊന്നിനും അതിന് കഴിയില്ല. I live for you, I die for you. അവനിക്ക് ഒരുപാട് തവണ വാക്കു കൊടുത്തു, പക്ഷെ ഒന്നും പാലിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വീട്ടിലുള്ള എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടി ആവനി നടത്തുന്നത് ശരിക്കും പറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ്. ഈ പോരാട്ടം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു വശത്ത് ചെകുത്താനാണെങ്കിൽ മറുവശത്ത് നടുക്കടലാണെന്ന്. അങ്ങനെയാ നമ്മുടെ അവസ്ഥ. ആ ആവനി ഇനി വീട്ടിലേക്ക് വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ അമ്മ അവളെ വീണ്ടും വിളിച്ചോണ്ട് വരുക. ആവനിക്ക് ഇരിക്കാൻ ഒരു കസേര കൊടുത്താ അതുകൊണ്ട് അവളെ കിടക്കാൻ കട്ടിലുണ്ടാക്കുമെന്ന് ആ നിഹാരിക അറിയാതെയാ സപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലേഡ് കൊണ്ട് തല ചൊറിഞ്ഞ മൊട്ടയാകുമെന്ന് നിഹാരിക ഒട്ടും വൈകാതെ തന്നെ അറിഞ്ഞോളും. എന്താ എല്ലാവരും ഇന്ന് ഒരുപാട് പഴഞ്ചൊല്ലുകൾ പറയുന്നല്ലോ. വീട്ടിലെന്താ സംഭവിക്കുന്നെന്ന് മനസ്സിലാവാതെ ഫ്രസ്ട്രേഷൻ കൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്ന. ഇത്രയും കാലം ശ്രീകറും കാവ്യയും ആവനിയും ചേർന്ന് ട്രയാങ്കിൾ ലവ് സ്റ്റോറി കാണിച്ചു തന്നു. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള പ്രണയം കാണാം. കാവ്യ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതുകൊണ്ട് ഇനിയും ഇത് ട്രയാങ്കിൾ ലവ് സ്റ്റോറി തന്നെ ആവും. പക്ഷെ എന്താന്നോ, നമ്മൾ ഏത് സൈഡിൽ നിൽക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത്രേ ഉള്ളോ സിസ്റ്ററെ. കമ്പനിക്കൊരു മരുമകൾ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും ആവശ്യമേ ഇല്ലല്ലോ. അപ്പൊ ആ പാർട്ടിയിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറായിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിട്ടാ. ആവശ്യം വന്നാ നിഹാരികയെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ചേർക്കുമെന്നല്ലാതെ ഞാൻ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് മാറുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നാളെ തൊട്ട് ആവനിയെ കൂടി സഹിക്കണമല്ലോ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ കാര്യം വിട്. ആ ശ്രീകറിന്റെ അവസ്ഥ കൊള്ളാം. ഒരാൾ പോയാൽ മറ്റൊരാളുണ്ടല്ലോ. നമുക്കും ഉണ്ട് ഓരോന്ന്. അങ്ങനെ നോക്കല്ലേ മോളെ, എനിക്ക് നിന്നെ മാത്രം മതിയടി. നിനക്കൊന്നു തന്നെ കൂടുതലാണല്ലേ. എന്തേ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണം? നമുക്കതിനുള്ള അവസരം കിട്ടാത്തോണ്ടല്ലേ. ഹാസ്യം വസന്ത, ഹാസ്യം. ഈ സമയത്ത് അധികം കോമഡി വേണ്ട. നമ്മുടെ ഓരോ അവസ്ഥകള്. അല്ലെങ്കിലേ പെണ്ണ് ദുർബലയാ, പോരാത്തതിന് ഇപ്പൊ ഗർഭിണിയും കൂടെ ആണ് പോലും. നാളെ മുതൽ ഈ വീട്ടില് പുതിയൊരു കളി തുടങ്ങാൻ പോവാ. ഗെറ്റ് റെഡി.
എന്റെ കുട്ടിക്കാലത്ത് ലാലേട്ടന്റെ പടത്തിന്റെ പെട്ടി വന്നില്ലെങ്കിൽ തിയേറ്ററിന്റെ മുന്നിലാണ് ഇതുപോലെ കാത്തിരുന്നിട്ടുള്ളത്. ഇപ്പൊ ആവനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. ഇത്രയും നാളും ഈ വീട് ശ്രീകരേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെയും ആണെന്ന പോലെയാ ഫീൽ ചെയ്തിരുന്നത്. ഇപ്പൊ അതിന്റെ അമ്മാവന്റെയും അമ്മായിയുടെയും ആണെന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്തോ അറിയാത്ത ഒരു സന്തോഷം തോന്നുന്നു ചേച്ചി. സാധാരണ ബന്ധങ്ങൾ തമ്മിലും രക്തബന്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആവനി. ഞാൻ അവരോട് എത്രയൊക്കെ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും സ്വന്തക്കാരാണെന്നുള്ള ധൈര്യത്തോടെ തന്നെയാ വഴക്കിടാറുള്ളത്. അതെ അമ്മേ, ആവനിക്ക് വേണ്ടി എന്തെങ്കിലും ആരതി തയ്യാറാക്കണോ? ആരതിയുടെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും അതിര് പാലിച്ചാൽ മാത്രം മതി. ഇപ്പൊ നീ വീട്ടിലേക്ക് കാല് വെക്കാൻ പോകുന്നത് വളരെ വലിയൊരു കാര്യം സാധിക്കാൻ വേണ്ടിയാ. ഒരു വിധത്തിൽ ഇത് നിനക്ക് പത്മവ്യൂഹം പോലെ തന്നെയാ. അഭിമന്യുവിനെ പോലെ പ്രാണൻ നഷ്ടപ്പെടുത്തരുത്. വിജയം നേടിയെടുക്കണം. മനസ്സിലായോ? നിങ്ങളുടെ അനുഗ്രഹം പെറ്റമ്മയുടെ അനുഗ്രഹം പോലെ ചേച്ചി. തീർച്ചയായിട്ടും ഞാനതിൽ വിജയിക്കും ചേച്ചി. വാ. പെട്ടി എത്തിയല്ലോ. ഇനി സിനിമ ആരംഭം. വരൂ മോളെ. വേദവതിയമ്മേ, ഇന്നലെ നിങ്ങൾ വാക്ക് തന്നതുകൊണ്ട് ആവനി ഇതായിപ്പൊ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. ചുവരിലോട്ട് തട്ടിയ പന്തുപോലെ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമേ നടക്കാവൂന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. എത്തേണ്ടവര് എത്തേണ്ടടുത്ത് എപ്പോഴാണെങ്കിലും എത്തിക്കോളും. അതാ ദൈവനിർണയം. ഇവിടെ നിങ്ങൾ കുറെ സമ്പാദിച്ച് ഏൽപ്പിച്ചിട്ട് പോയ പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കല് മൂത്ത ചേട്ടന് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിരുന്നെന്ന് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ആ ദേഷ്യം വെച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു. എല്ലാ ആചാരങ്ങളും ഒരുമിച്ച് താണ്ഡവമാടുന്ന ഈ വീട്ടില് കാല് വെക്കേണ്ടി വരില്ലായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? ആവനി, മോളകത്തേക്ക് കയറ്. ഈ കുട്ടി ഇനി ഈ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ ഒപ്പമേ പുറത്തു വരാവൂ. ഭർത്താവിനൊപ്പോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇവളുടെ ഭർത്താവിനെ ഞങ്ങൾ എന്താ ഈ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചാണോ? അല്ലെങ്കിൽ ഇവളുടെ കല്യാണം നടത്തിയേ ഇവളെ ഇവിടുന്ന് പറഞ്ഞേക്കൊന്ന് വാക്ക് കൊടുത്തിരുന്നോ? സുജാതേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അന്നൊരിക്കലൊരു കാർത്തിക നാളിൻ്റെ അന്ന് ശ്രീകർ സാറിനെ പോലെ നല്ല ഒരാള് എന്റെ ഭർത്താവായിട്ട് വരണമെന്ന് വേദവതിയമ്മ പറഞ്ഞിരുന്നല്ലോ. ആ കാര്യം ഞാൻ സുജാതേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതാ ചേച്ചി അങ്ങനെ പറഞ്ഞേ. എന്നുവെച്ചാ നിന്റെ കല്യാണം നടത്താനുള്ള ബാധ്യതയും അമ്മ ഏറ്റെടുക്കണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ലേ? ഓരോരുത്തർക്കും എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അതേ സംഭവിക്കൂ. വേണമെന്ന് വെച്ചാലും പെയ്യുന്ന മഴയെ തടയാൻ കഴിയില്ല, വേണമെന്ന് വെച്ചാലും പെയ്യാതിരിക്കില്ല. സിസ്റ്ററെ,
നീ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ സുജാതയുടെ സംസാരത്തില് എന്തൊക്കെയോ മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇവളെ ഞാൻ ആദ്യം കണ്ടപ്പോ മുതലേ എനിക്ക് സംശയം തോന്നിയതാ. അതിന്റെ ഉത്തരം ചോദിക്കുമ്പോ അമ്മ വേറെന്തൊക്കെയാ പറയുന്നേ. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇവർ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. നീ അകത്തേക്ക് ചെല്ലും മോളെ. അവന് ഈ വീട്ടിലേക്ക് വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും എന്റെ ഭാവി മരുമകള് പറഞ്ഞത് ഇവളിവിടെ നിർത്തിക്കൊള്ളാനാ. അത്രയ്ക്ക് നല്ല കുട്ടിയാണോ? അവളെ ഒന്ന് പുറത്തേക്ക് വിളിക്കാവോ? ഒന്ന് കണ്ടു പരിചയപ്പെടാലോ. അവള് വീട്ടിലേക്ക് പോയതാ. അടുത്ത തവണ എപ്പോഴെങ്കിലും വരുമ്പോ കാണാലോ സുജാത ചേച്ചി.